നമസ്കാരം. അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ലോകം വിസ്മയത്തോടെ നോക്കുന്ന ഇന്നത്തെ ദുബായിയുടെ സൃഷ്ടിയും സംരക്ഷകനും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ദുബായിയെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ദുബായിയുടെ ഭരണം ഏറ്റെടുത്തിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. القيادة فكر ودهاء. القيادة تريد صقل، القيادة تريد تعليم، القيادة تريد ممارسة واحتكاك. أنا أريدكم كلكم نحن نتشرف بكم وبالمراكز اللي وصلتوا لها، ولا أريدكم أن تنظروا أقل من رقم 1، لأن رقم 1 واللي بعد 1 ما حد يعرفه. ما في مشروع بدون مخاطرة. الحياة كلها ترت هذه الإشارة هي فوز وهي نصر، كلهم 3 حروف. ثالث شيء اللي تعنيه I love you. എന്നും എപ്പോഴും ഒന്നാമതെത്തണം. ഒന്നാമനെയാണ് ലോകം എപ്പോഴും ഓർക്കുക. വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിനെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കഴിഞ്ഞ 20 കൊല്ലമായി ദുബായിയുടെ കുതിപ്പിന്റെ സകല ഊർജവും ഈ വാക്കുകളാണ്. ജനുവരി 6 ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ദുബായിയുടെ ഭരണം ഏറ്റെടുത്തത്. ദീർഘവീക്ഷണവും ഭരണ നൈപുണ്യവുമാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ കൈമുതൽ. അതിവേഗം മാറുന്ന ലോകത്തിന് ദിശയേകിയുള്ള പദ്ധതികളിലൂടെ പല വമ്പൻ രാജ്യങ്ങളെയും തങ്ങളുടെ വഴിയെ നടത്താൻ അദ്ദേഹം നിർബന്ധിതരാക്കി. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും ഒരുപോലെ ചലിപ്പിച്ചതും ലോകത്തിന് മാതൃകയായി. വികസനത്തിന്റെ എല്ലാ മാനങ്ങളും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിനായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ലോകം വിറങ്ങലിച്ചപ്പോഴും ദുബായ് വളർന്നുകൊണ്ടേയിരുന്നു. മഹാഭൂരിപക്ഷവും കൊതിക്കുന്ന സ്വപ്ന പറുദീസയായി ദുബായിയെ വളർത്തിയത് ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വമാണ്. ബുർജ് ഖലീഫ, പാം ജുമൈറ, ദുബായ് മറീന, ദുബായ് മെട്രോ, ഫ്യൂച്ചർ മ്യൂസിയം, ദുബായ് ഒപ്പേറ, ദുബായ് ഫ്രെയിം തുടങ്ങിയ വിസ്മയങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ കയ്യൊപ്പാണ്. കണ്ടും തൊട്ടുമറിയാവുന്ന അത്ഭുതങ്ങൾ. സാമ്പത്തിക ഭരണ മേഖലകളിൽ നടത്തിയത് സമാനതകളില്ലാത്ത ഇടപെടൽ.
ദുബായ് ഇന്റർനെറ്റ് സിറ്റി, മീഡിയ സിറ്റി, അന്താരാഷ്ട്ര ഫിനാൻസ് സെന്റർ തുടങ്ങിയ ഫ്രീ സോണുകൾ. ദുബായ് എക്സ്പോയിലൂടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ലോകത്തെ ദുബായിലെത്തിച്ചു. ഗോൾഡൻ വിസ പ്രോഗ്രാം അതിനു മുൻപേ ആരംഭിച്ച് വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ ദുബായിലേക്ക് സ്വാഗതം ചെയ്തു. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ വഴി ബഹിരാകാശത്തേക്കുള്ള വാതിൽ തുറന്നു. ചൊവ്വയിലേക്കുള്ള അല്ലമാൽ ദൗത്യം സാധ്യമാക്കിയതും ചരിത്രം. ഓരോ വ്യക്തിയുടെ ജീവിതത്തെയും തന്റെ സർക്കാരിന്റെ വികസനം തൊട്ടറിഞ്ഞു പോകണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന് നിർബന്ധമാണ്. ഓരോ പരിഷ്കാരവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം. സ്വദേശികളും പ്രവാസികളും നിരവധി തവണ അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദുബായ് KS എന്ന പദ്ധതിയിലൂടെ സഹായമെത്തിയത് 116 മില്യൺ ആളുകൾക്കാണ്. എണ്ണിയാലൊടുങ്ങാത്ത മറ്റനേകം കാരുണ്യ പദ്ധതികൾ വേറെയും. സുരക്ഷയ്ക്കും കരുതലിനും ഒരു കോട്ടവും തട്ടാറില്ല. ആഗോള സാമ്പത്തിക വാണിജ്യ തലസ്ഥാനമായി മാറുമ്പോഴും പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകാനും അദ്ദേഹം മറന്നിട്ടില്ല. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം സോളാർ പാർക്കും ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി 2050യുമൊക്കെ പ്രകൃതിക്ക് താങ്ങും തണലുമേകുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ ദുബായ് മാതൃക. പദ്ധതികളും പരിപാടികളും അവസാനിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായി മാറിയേക്കാവുന്ന അൽ മഖ്തൂം എയർപോർട്ട് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ സ്വപ്ന പദ്ധതിയാണ്. മീറ്റർ ഉയരത്തിൽ തലപ്പൊക്കത്തോടെ എത്തുന്ന ബുർജ് സിസി, ദുബായ് ക്ലോക്ക് ടവർ, തുരങ്കപാത, ഫ്ലോട്ടിംഗ് ആർട്ട് മ്യൂസിയം, ദുബായ് സ്ക്വയർ, പാം ജബലലി തുടങ്ങി നിരവധി വിസ്മയങ്ങൾ ദുബായിൽ ഇനിയും മിഴി തുറക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ പതറാത്ത ചിറകിലേറി ദുബായ് ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്നുറപ്പാണ്. ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരക്കാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായത്. തക്കം പാർത്തിരുന്ന് പതിവ് പോലെ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കും കൂട്ടി. ഇതിനിടയിൽ UAE വരുന്ന സ്ത്രീകളുടെ എണ്ണം റെക്കോർഡിലെത്തി എന്നുള്ള പുതിയ കണക്ക് കൂടി പുറത്തു വന്നു. അവധി ആഘോഷിക്കാൻ UAE വന്നവരുടെ മടങ്ങിപ്പോക്ക്, നാട്ടിൽ അവധി ആഘോഷിച്ച ശേഷമുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ തിരിച്ചുവരവ്, യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബായ് എയർപോർട്ട് റെക്കോർഡിട്ടു. ന്യൂ ഇയർ തലേന്ന് മുതൽ 10 ദിവസം 30 ലക്ഷത്തിലധികം പേരാണ് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത്.
കഴിഞ്ഞ ശനിയാഴ്ച മാത്രം 3,24,000 യാത്രക്കാർ ദുബായ് എയർപോർട്ടിലെത്തി. 2-ാം തീയതിയാകട്ടെ 3,22,000 പേരും. തിരക്ക് മൂലം യാത്രക്കാർ കുടുങ്ങാതിരിക്കാൻ എയർപോർട്ട് അതോറിറ്റി വിവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് സഹായകരമായി. യാത്രയ്ക്ക് 4 മണിക്കൂർ മുൻപ് തന്നെ ഏറെ പേരും എയർപോർട്ടിലെത്തി. എമിറേറ്റ് സിറ്റി ചെക്ക് ഇൻ, ഹോം ചെക്ക് ഇൻ സൗകര്യങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തിയതും ഗുണകരമായി. തിരക്ക് കൂടിയപ്പോഴും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എയർപോർട്ടിൽ ഒരുക്കിയിരുന്നു. പരാതികളില്ലാതെ സുഗമമായി യാത്ര ചെയ്യാനായെന്ന് യാത്രക്കാരും പറയുന്നു. അതിനിടെ കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ദുബായ്, ജിദ്ദ, റിയാദ്, ദമാം, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലേക്ക് അധിക ദിവസവും 3 ഇരട്ടിയിലധികം രൂപയാണ് വിവിധ വിമാന കമ്പനികൾ ടിക്കറ്റിന് ഈടാക്കിയത്. കോഴിക്കോട് നിന്ന് 8,000 മുതൽ 14,000 രൂപയ്ക്ക് വരെ ടിക്കറ്റ് നൽകിയിരുന്ന എയർലൈനുകൾ യാത്രാ നിരക്ക് 45,000 ആക്കിയ ദിവസങ്ങളുമുണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലെത്തുന്നതിന് 30,000 രൂപ വരെ നിരക്കുയർന്നു. കൊച്ചിയിൽ നിന്ന് 22,000-വും കോഴിക്കോട് നിന്ന് 20,000-വും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 23,000-വുമായിരുന്നു ടിക്കറ്റ് നിരക്ക്. കണക്ഷൻ വിമാനങ്ങളിലും സ്ഥിതി സമാനമായിരുന്നു. അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് എത്തേണ്ടതിനാൽ ഭീമമായ ടിക്കറ്റ് നിരക്ക് നൽകി പലരും ഗൾഫിലേക്ക് മടങ്ങിയെത്തി. ഇത്രയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടും വിമാന കമ്പനികൾ പതിവ് പല്ലവി മാറ്റില്ലെന്ന് വീണ്ടും തെളിയിച്ചു. UAE-യിലേക്ക് വരുന്ന വനിതകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം വൻ വർധനവാണ് ഉണ്ടായത്. 45.5% സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം UAE വിസയ്ക്ക് അപേക്ഷിച്ചത്. 2024-ൽ ഇത് 34.5%. ഒരു വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വർധനവാണിത്. വിസയ്ക്ക് അപേക്ഷിച്ച പുരുഷന്മാരുടെ എണ്ണം 65.5%-ൽ നിന്ന് 54.4%-ആയി കുറഞ്ഞു. ആഗോള മൊബിലിറ്റി ട്രെൻഡിലെ മാറ്റത്തിൻ്റെ സൂചനയാണ് ഈ വ്യത്യാസം വ്യക്തമാക്കുന്നത്. ടൂറിസത്തിനപ്പുറം ജോലിക്കായാണ് കൂടുതൽ സ്ത്രീകളും എത്തുന്നത്. കുടുംബവുമൊത്തല്ല ഇവരിൽ ഭൂരിഭാഗം പേരും UAE-യിൽ വരുന്നത്. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവുണ്ട്. നേരത്തെ ഏഷ്യയിൽ നിന്നാണ് കൂടുതൽ സ്ത്രീകൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏത് അതിർവരമ്പുകൾ താണ്ടിയും UAE-യിലേക്ക് സ്ത്രീകൾ വരുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് UAE ഒരുക്കുന്ന സുരക്ഷ ഇതിൽ പ്രധാന ഘടകമാണെന്ന് വിദഗ്ധർ പറയുന്നു. വൻകിട കമ്പനികളും ചെറിയ സ്റ്റാർട്ടപ്പുകളും ഒരുപോലെ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ദീർഘകാല കരിയറിന് പറ്റിയ ഇടമായി കൂടുതൽ ആളുകളും കാണുന്നത് UAE ആണ്. ഈ വർഷത്തോടെ പുതുതായി എത്തുന്നവരുടെ ശതമാനത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. നാട്ടിലായാലും മറുനാട്ടിലായാലും മലയാളികൾ ആഘോഷത്തിന് ഒരു കുറവും വരുത്താറില്ല. അക്കാഫ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ദുബായിൽ ഗംഭീരമായി ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിച്ചു. ഗ്ലോറിയ ബെൽസിൻ്റെ വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. നാട്ടിലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം അതേ പകിട്ടോടെ തന്നെയാണ് അക്കാഫ് അസോസിയേഷൻ ദുബായിൽ കൊണ്ടാടിയത്. മംസാർ ഷബാബ് അൽ അഹ്ലി ക്ലബ് സ്റ്റേഡിയത്തിലായിരുന്നു ആഘോഷങ്ങൾ. കുട്ടികളുടെ ഫാൻസി ഡ്രസ്, ഫാഷൻ ഷോ മത്സരങ്ങളായിരുന്നു ഗ്ലോറിയ ബെൽസിന്റെ ഹൈലൈറ്റ്.
പാട്ടും ഡാൻസുമായി വൈകിട്ടോടെ തന്നെ വേദി ഉണർന്നു. പലർക്കും ഇത് സൗഹൃദം പുതുക്കലിന്റെ വേദി കൂടിയായിരുന്നു. വാശിയേറിയ കേക്ക് മേക്കിംഗ് മത്സരത്തിൽ വനിതകൾ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. വിധികർത്താക്കളെപ്പോലും കൺഫ്യൂഷനിലാക്കും വിധം ഗംഭീര മത്സരം നടന്നു. നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ആവേശത്തോടെയാണ് മിനി ഘോഷയാത്രയിൽ പല ടീമുകളും മാറ്റുരച്ചത്. ക്രിസ്മസ് ട്രീ മത്സരവും കാരോളും കൂടിയായതോടെ ആഘോഷം മറ്റൊരു തലത്തിലെത്തി. കാപ്പിൻ്റെ 27 വർഷമായിട്ടുള്ള ചരിത്രത്തിലെ ഒരു വലിയ ക്രിസ്മസ് ആഘോഷമാണ്. ഓരോ ആഘോഷങ്ങളും കൊണ്ടാടുമ്പോൾ നമ്മുടെ മെമ്പേഴ്സിനുള്ള ആനന്ദം, സന്തോഷം, നമ്മുടെ ഗൃഹാതുരത്വം അതിൽ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു ബാധ്യതയുണ്ട്. ഇവിടുത്തെ സമൂഹത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഈ അക്കാഫ് അസോസിയേഷൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകളുമായിട്ട് ചേർന്ന്, ഇന്ത്യൻ അസോസിയേഷൻസുമായിട്ട് ചേർന്ന്, അതല്ലെങ്കിൽ കോൺസുലേറ്റുമായിട്ട് ചേർന്ന് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം. നമ്മൾ 5 കോമ്പറ്റീഷൻസാണ് നടത്തിയത്. അതിന് ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷൻ, ക്രിസ്മസ് ലിറ്റിൽ കിഡ്സ് കോമ്പറ്റീഷൻ, അതുപോലെ ക്രിസ്മസ് കേക്ക് ഡെക്കറേഷൻ കോമ്പറ്റീഷൻ, അതുപോലെ ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷൻ, അതുപോലെ ക്രിസ്മസ് സ്ക്വയർ, അങ്ങനെ 5 കോമ്പറ്റീഷൻസാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കോളേജിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും വൈബ് കൃത്യമായിട്ട് അക്കാഫിൻ്റെ ഫാമിലിക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അക്കാഫ് കഴിഞ്ഞ 27 വർഷമായി നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷമുണ്ട്. അതുപോലെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ ഓണം, അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അലുമിനി മെമ്പർമാരുടെയും കുടുംബങ്ങളുടെയും സജീവ പങ്കാളിത്തം പരിപാടി കൂടുതൽ ഉത്സവാന്തരീക്ഷത്തിലെത്തിച്ചു. അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ്, ജനറൽ സെക്രട്ടറി ഷൈൻ ചന്ദ്രസേനൻ, ട്രഷറർ രാജേഷ് പിള്ള, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അരവിന്ദ്, ജനറൽ കൺവീനർ ബിജോ കളിയിക്കൽ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ സജി ലൂക്കോസ്, ആൻസി പ്രസന്നൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വിൻസെന്റ് വലിയ വീട്ടിൽ, ഗിരീഷ് മേനോൻ, സുനിൽ കുമാർ ആർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ്. കോഴിക്കോട്ടുകാരനായ ബൽറാം ജെ നായർ. ബുദ്ധ എന്നാണ് ബൽറാം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബൽറാമിന് ഈ പേര് കിട്ടിയത്? എന്തൊക്കെയാണ് ബൽറാമിൻ്റെ പ്രത്യേകതകൾ? മനഃശാസ്ത്ര വിദഗ്ധൻ, അല്ലെങ്കിൽ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടെത്തി ചില തിരുത്തലുകൾ വരുത്തുന്നയാൾ. അതാണ് ഇക്കാണുന്ന ബൽറാം ജെ നായർ. അതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മനുഷ്യരിലല്ല മറിച്ച് മൃഗങ്ങളിലാണ് കക്ഷി തൻ്റെ മാജിക് പുറത്തെടുക്കുന്നത്. ആനിമൽ ബിഹേവിയറിസ്റ്റ്. ചെറുപ്പത്തിൽ ഡൽഹിയിൽ പഠിക്കുന്നത് മുതൽ മൃഗങ്ങളോട്, പ്രത്യേകിച്ച് നായകളോട് ആൾക്ക് വലിയ സ്നേഹമായിരുന്നു. അവയെ കൈകാര്യം ചെയ്യുന്നതിലെ പ്രാവീണ്യമാണ് ബൽറാം ജി നായരെ ബുദ്ധൻ എന്ന പേരിലെത്തിച്ചത്. നായയാണ് കൂടുതലായി കൈകാര്യം ചെയ്യുന്നത്. ഓരോ നായയ്ക്കും അതിൻ്റെതായ സ്വഭാവമുണ്ട്.
എത്ര പ്രശ്നക്കാരനായ നായയെയും ബൽറാം ദിവസങ്ങൾ കൊണ്ട് ശാന്തനാക്കിയിരിക്കും. സോ ഇതാണ് മ്യോൾനേർ. നമ്മുടെ തോറിൻ്റെ ഹാമറിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു അമേരിക്കൻ അക്കീത്ത എന്ന് പറഞ്ഞ ബ്രീഡാണ്. അമേരിക്കയിൽ ഇത് ബേസിക്കലി ബൈസൺ, ബെയറിനൊക്കെ ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആൾക്കാർ അറിയാണ്ട് വീട്ടിൽ കൊണ്ടുവരും. വരുമ്പം ഒരു 10 കിലോൻ്റെ ചെറിയ ക്യൂട്ട് ലിറ്റിൽ സാധനമാണ്. ഒരു വലുതായി കഴിഞ്ഞാൽ 40 കിലോ 50 കിലോ നായയായി മാറും. അത് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ പണി തരും. ബോസ് അമ്മേ, ഇത് കേനി കോർസോ എന്ന് പറഞ്ഞ സാധനമാണ്. പണ്ട് തൊട്ടേ ഫോർട്രസസിനെയും കിങ്ഡമിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ബ്രീഡാണ്. അഗൈൻ ആൾക്കാർ പരിചയമില്ലാത്ത ആൾക്കാർ വീട്ടിൽ കൊണ്ടുവരും. കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ സൈസും സ്ട്രെങ്ത്തും ബിഹേവിയർ ടെമ്പർമെൻറ്റും മാനേജ് ചെയ്യാൻ പറ്റേണ്ടിയാവും. ഇതിപ്പോഴൊരു 8 മാസം പപ്പിയാണ്. ഓൾറെഡി ഇവൻ കുറച്ച് നല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് 8 മാസത്തിനുള്ളിൽ. ഇവരൊക്കെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വളർത്തുന്ന രീതിയിൽ വളർത്തണം, അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി മാറും. നായകളല്ല, മനുഷ്യരാണ് കുഴപ്പക്കാർ. ഓരോ പെറ്റിനെയും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അനുയോജ്യമാണോ അവയെന്ന് തിരിച്ചറിയണം. എൻ്റെ എൻറ്റയർ ഫിലോസഫിയിൽ ഞാൻ ഈ ട്രെയിനിങ്ങും ടൈമിങ്ങും നമ്മളൊരു വ്യത്യാസം ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ചെയ്യുന്നത്. ഈ ടൈമിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളരെ അൺകംഫർട്ടബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡോഗിന് നിങ്ങൾ യൂട്യൂബിൽ സിറ്റ് ട്രെയിനിങ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രീറ്റ് കൊണ്ടുവരുന്നു, ഡോഗിനെ മണപ്പിക്കുന്നു, ഡോഗിൻ്റെ ലിഫ്റ്റ് ചെയ്യുന്നു, ഡോഗിൻ്റെ ഓൺ ഫ്ലോറാണ്, ട്രീറ്റ് കൊടുക്കുന്നു, ട്രീറ്റ് ഇസ് ഗോൺ, ഡോഗ് ഇസ് ഗോൺ. ദാറ്റ് ഇസ് ട്രിക്സ് ട്രെയിനിങ്. അത് ഒബീഡിയൻസ് ട്രെയിനിങ് അല്ല. ഡോഗ് ആ ട്രീറ്റിന് വേണ്ടി ഒരു ട്രിക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇവനെ കണ്ടോ, ഇവൻ ഞാൻ ഇരിക്കുന്നവരെ ഇവിടുന്ന് മാറില്ല. ഞാൻ മാറുമ്പോൾ എൻ്റെ കൂടെ മാറും. എന്നുവെച്ചാൽ അവനും ഞാനൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് കംസ് അണ്ടർ ഒബീഡിയൻസ്, ദാറ്റ് ഇസ് ടൈമിങ്. പ്രശ്നക്കാർ മനുഷ്യന്മാർ തന്നെ. സി, ഈ ആനിമൽ എന്ന് പറഞ്ഞാൽ ഹീസ് എ നാച്ചുറൽ പ്യുവർ ഫോഴ്സ് ഓഫ് നേച്ചർ, റൈറ്റ്? ഇത് പക്ഷെ നമ്മളെ എക്സ്പെക്റ്റേഷനും ആനിമലിൻ്റെ ഇൻസ്റ്റിങ്സ് ആണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ കാണുന്ന ആനിമൽസിനെ മറ്റേ പോസ്റ്റ് കണ്ടിട്ട് നിങ്ങളൊരു ആനിമലിനെ എടുത്ത് കൊണ്ടുവരുത്. നിങ്ങളെ കൊണ്ടുവരുന്നതിന് മുന്നേ ആദ്യം നിങ്ങളെ ജീവിത രീതി മനസ്സിലാക്കുക. ആ ജീവിത രീതിക്ക് ഏത് പെറ്റാണ് ശരിയാവുക, ഇപ്പോൾ ഡോഗാണോ, കാറ്റാണോ, ബേർഡാണോ, ഫിഷാണോ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു നോർമൽ ഒരു ഫാമിലി റുട്ടീൻ പറഞ്ഞൊരു ഹസ്ബൻഡ് വൈഫാണ്. രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോവും, വൈകുന്നേരം 6 മണിക്കാണ് വരുന്നത് തിരിച്ചിട്ട്. അതിലൊരു നായനെ കൊണ്ടുവരരുത്. കൊണ്ടുവന്ന നായ വളരും, പക്ഷേ ആ രീതിയിൽ നിങ്ങളും കഷ്ടപ്പെടും, നായക്കും സ്ട്രെസ്സാവും. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന ആർക്കും അടുക്കാൻ പോലും പറ്റാത്ത നായകളെപ്പോലും ബൽറാം ഇണക്കിയെടുത്തിട്ടുണ്ട്. നായകൾക്ക് പുറമെ ആമകളും പക്ഷികളുമൊക്കെ ഈ ബുദ്ധന്റെ കയ്യിലുണ്ട്. ഫാമിലി ഡോഗ്സ് ബാലൻസിങ് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് എക്സ്പെക്ടേഷൻസ് എന്ന പുസ്തകത്തിലൂടെ നായകളുടെ മനഃശാസ്ത്രമടക്കം ബൽറാം വിവരിക്കുന്നുണ്ട്. 2ാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. സഹായികളായും ഇവിടെ ചിലരുണ്ട്. സ്നേഹത്തോടെ വാങ്ങി വളർത്തിയ ശേഷം കൗതുകം കഴിയുമ്പോൾ ഒഴിവാക്കി വിടുന്ന അനേകം നായകളും ബൽറാമിന്റെ പക്കലുണ്ട്. അവയൊക്കെ അയാൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. കാരണം ഒറ്റനോട്ടത്തിൽ എതിരെ നിൽക്കുന്ന ഏത് മൃഗത്തിൻ്റെയും മനസ്സറിയാൻ അയാൾക്കാകും.
അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നമസ്കാരം.